ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ 17ാമത്തെ ക്ലാസ്സാണ് പഠിക്കാൻ പോകുന്നത്. പതിനേഴാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഗുണനമാണ്. മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്ക് സംഖ്യകളെ ഗുണിക്കാൻ അറിയാം. ഉദാഹരണത്തിന് 5 × 8 = 40. എന്നാൽ ഇത് ചിഹ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മളിത് ഗുണിക്കുക, അതാണെന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം. +5 × +8. +5നെ +8 ഗുണിക്കുന്നു. അപ്പോൾ രണ്ട് സംഖ്യകളുടെയും ചിഹ്നം എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? പോസിറ്റീവ് എഴുതാം. സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ 8 × 5 = 40. അപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ അവയുടെ ചിഹ്നങ്ങൾ ഒരുപോലെയാണെങ്കിൽ, അത് പോസിറ്റീവ് ആണെങ്കിൽ ഗുണിക്കുമ്പോഴും നമുക്ക് എന്ത് കിട്ടും? പോസിറ്റീവ് തന്നെ കിട്ടും. അടുത്ത നമുക്ക് ഒരു നെഗറ്റീവ് സംഖ്യ നോക്കാം. -6 × -7. ഇവിടെ 6ന്റെ ചിഹ്നം നെഗറ്റീവ്, ഇവിടെ 7ന്റെ ചിഹ്നം നെഗറ്റീവ്. അങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷോർട്സിൽ വിട്ടിട്ടുണ്ട്, അല്ലാതെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ്. 6 × 7 = 42. നമുക്ക് ഒന്നുകൂടെ ചെയ്യാം. പോസിറ്റീവ് 10 × +7. 10ന്റെ ചിഹ്നം പോസിറ്റീവ്, 7ന്റെ ചിഹ്നം പോസിറ്റീവ്. അപ്പോൾ രണ്ട് സംഖ്യകളിലെ ചിഹ്നങ്ങൾ പോസിറ്റീവ് ആയതുകൊണ്ട് ഗുണിക്കുമ്പോഴും പോസിറ്റീവ് തന്നെ കിട്ടും. അപ്പോൾ പോസിറ്റീവ്. 10 × 7 10 × 7 = 70. അതുപോലെ നോക്കാം നെഗറ്റീവ്. -8 × -3. 8ന്റെ ചിഹ്നം നെഗറ്റീവ്, 3ന്റെ ചിഹ്നം നെഗറ്റീവ്. അപ്പോൾ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ്. 8 × 3 = 24. 24. അപ്പോൾ നമ്മളിവിടെ പഠിച്ചതെന്നാണ്, രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ ഒരുപോലെ തന്നെയാണെങ്കിൽ, പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് നെഗറ്റീവ് ആണെങ്കിലും ഗുണിക്കുമ്പോൾ അതിൻ്റെ ഉത്തരത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തുക കാണാനാണ്. ഒരേ ചിഹ്നമുള്ള സംഖ്യകളുടെ തുക കാണുമ്പോൾ അതേ ചിഹ്നവും, വ്യത്യസ്ത ചിഹ്നങ്ങളുള്ള സംഖ്യകളുടെ തുക കാണുമ്പോൾ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നവും. എന്നാൽ ഇവിടെ ഗുണിക്കുമ്പോൾ രണ്ട് സംഖ്യകളുടെ ചിഹ്നങ്ങൾ ഒരുപോലെയാണെങ്കിൽ അതേ ചിഹ്നം, അതായത് പോസിറ്റീവ് ഇൻറ്റു പോസിറ്റീവ്. ഇവിടെ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് എന്ന് തന്നെ ആയിരിക്കും പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഒരേ ചിഹ്നങ്ങളാണെന്നുണ്ടെങ്കിൽ ഗുണിക്കുമ്പോൾ എപ്പോഴും ഉത്തരത്തിൻ്റെ ചിഹ്നം എന്ന് പറയുന്നത് പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഇനി നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം. -5 × -4. +4. -5 × +4. 5ന്റെ ചിഹ്നം നെഗറ്റീവ്, 4ന്റെ ചിഹ്നം പോസിറ്റീവ്. അപ്പോൾ ഇവിടെ വ്യത്യസ്തങ്ങളാണ്. ഇവിടെ ആണെങ്കിൽ ഒരുപോലെയാണ്, ഇവിടെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ ചിഹ്നങ്ങളാണ്, വിപരീത ചിഹ്നങ്ങളാണ്, ഡിഫറൻറ്റ് സൈനാണ്. അപ്പോഴങ്ങനെ വരുമ്പോൾ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവും സംഖ്യ ഗുണിക്കുമ്പോൾ 20. ഇതാണ് ആൻസർ. അപ്പോൾ വിപരീത ചിഹ്നങ്ങളാണ്, അല്ലെ വ്യത്യസ്ത ചിഹ്നങ്ങളാണെങ്കിൽ ഗുണിക്കുമ്പോൾ അതിൻ്റെ ചിഹ്നം എപ്പോഴും എന്തിനായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഒന്ന് നോക്കാം. +3 × -2. അപ്പോൾ പോസിറ്റീവ് ഇൻറ്റു നെഗറ്റീവ് നെഗറ്റീവ്. 3 × 2 = 6. അപ്പോൾ ഓർത്തിരിക്കുക,
വിപരീത ചിഹ്നങ്ങൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഒരേ ചിഹ്നങ്ങളുള്ള സംഖ്യകൾ തമ്മിൽ ഗുണിക്കുമ്പോൾ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലാക്കി കാണും എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള സംഖ്യകളുടെ സംഖ്യകൾ എഴുതിയിട്ട് അതിന് ചിഹ്നങ്ങൾ കൊടുത്തിട്ട് നിങ്ങൾ സ്വയം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇന്നത്തെ ക്ലാസ് മനസ്സിലായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കാൻ മടിക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, താങ്ക് യു.